بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على نبينا محمد وعلى آله وصحبه أجمعين. أما بعد، أمسينا على فطرة الإسلام وعلى كلمة الإخلاص ودين نبينا محمد وملة أبينا إبراهيم حنيفا مسلما وما كان من المشركين. സഹോദരങ്ങളെ, സൂറത്തു അൽ മസദ് ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 111ാമത്തെ സൂറത്താണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക ജീവിതത്തിൽ ഹിജ്റക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ട സൂറത്താണ്. 5 ആയത്തുകളാണ് ഈ സൂറത്തിലുള്ളത്. ഈ സൂറത്ത് ഒന്ന് ഓതിയിട്ട് തുടങ്ങാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. تبت يدا أبي لهب وتب ما أغنى عنه ماله وما كسب سيصلى نارا ذات لهب وامرأته حمالة الحطب في جيدها حبل من مسد تبت يدا أبي لهب وتب. تبت يدا എന്നതിനൊന്ന് മദ്ദ് കൊടുത്ത് നീട്ടി ഉച്ചരിക്കണം. കാരണം ദാല് നീട്ടാനുള്ള അലിഫിന് ശേഷം ഹംസ വന്നു. അബി എന്നതിന്റെ ഹംസ. തബ്ബത് യദാ അബീ ലഹബി വതബ്. അബീ ലഹബിൻ എന്ന തൻവീന് ശേഷം വാവാണ് അടുത്ത അക്ഷരം. വതബ് എന്നതിലെ വാവ്. അതുകൊണ്ട് അവിടുത്തെ നിയമം അൽ ഇദ്ഗാമു ബിഗുന്ന, മണിച്ചുകൊണ്ട് ആ അക്ഷരത്തിലേക്ക് ലയിപ്പിക്കുക. ഏത്? ലഹബിൻ എന്ന് പറയുന്ന തൻവീനിനെ. ലഹബിൻ വതബ്. മാ അഗ്ന, നേരത്തെ യദാ നീട്ടിയതുപോലെ മാ എന്നത് അല്പം നീട്ടി ഉച്ചരിക്കുക. കാരണം ശേഷം ഹംസ ആയതുകൊണ്ട്. അഗ്ന അഗ്ന അൻഹു മാലുഹു വമാ കസബ്. കസബ് ബാ കുതുബുജ്ജത്തിന്റെ അക്ഷരങ്ങളിൽപ്പെട്ട ഒരു അക്ഷരമാണ്. അതായത് ഹുറൂഫുൽ ഖൽഖല എന്ന ഗ്രൂപ്പിൽപ്പെടുന്ന അക്ഷരങ്ങളാണ് ബ. കുതുബുജ്ജദ് ഖാഫ് ത ബ ജീം ദാൽ, ഈ 5 അക്ഷരങ്ങളിൽ ഒന്നാണ് ബ. അപ്പോ ബായിൽ അവസാനിപ്പിക്കുമ്പോൾ ബ നന്നായി കേൾപ്പിക്കണം. കസബ് എന്ന് തന്നെ ഓതണം. കസബ് എന്ന് ഓതിയാ പോരാ, കസബ് എന്ന് തന്നെ. സയസ്ല നാറൻ ദാത. നാറൻ ദാത. അപ്പോ നാറൻ എന്നതിന്റെ തൻവീനു ശേഷം ദാലാണ്. അപ്പൊ അവിടുത്തെ നിയമം ഇഖ്ഫാഉ ബിഗുന്ന. ഇഖ്ഫാ എന്ന് പറഞ്ഞാൽ അവ്യക്തമാക്കുക. നാറൻ എന്ന് വ്യക്തമാക്കാതെ നാറൻ ദാത ലഹബ്, നാറൻ ദാത ലഹബ് വംറഅതുഹു ഹമ്മാലത്തൽ ഹതബ്. ഹാഉം ത്വാഉം ഒക്കെ ശ്രദ്ധിച്ചു ഉച്ചരിക്കണം. മലയാളത്തിൽ ഇല്ലാത്ത അക്ഷരങ്ങളാണ് ഹ ത്വ. ഇതൊക്കെ റ എന്ന് ഉച്ചരിക്കുമ്പോൾ സാധാരണ മലയാളത്തിൽ പറയുന്ന റ അല്ല, റ എന്ന് വേണം. അതൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ്. ഹബ്ലും മിൻ മസദ്. ലഹബി വതബ് എന്ന അടുത്തുള്ള അതേ നിയമമാണ് ഇവിടെ. അതായത് തൻവീനെ അടുത്ത അക്ഷരത്തിലേക്ക് ലയിപ്പിച്ച് ഉച്ചരിക്കുക. ഹബ്ലും മിൻ മസദ് 2 തവണ. മിൻ മസദ് എന്നതും സുക്കൂൻ ചെയ്ത നൂനുണ്ട് മിൻ. പക്ഷെ ശേഷം വരുന്നത് മീമായതുകൊണ്ട് നൂനിനല്ല കേൾപ്പിക്കേണ്ടത്, പിന്നെ മീമിനെ ശബ്ദ കൊടുത്ത് കേൾപ്പിക്കുക. ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ്.
ഞാനീ പറഞ്ഞ കാര്യങ്ങളൊന്ന് ശ്രദ്ധയിൽ വെച്ചുകൊണ്ട് ഒരു പ്രാവശ്യം കൂടി ഓതുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. തബ്ബത് യദാ അബീ ലഹബി വതബ് ما أغنى عنه ماله وما كسب تبت يدا أبي لهب وتب ما أغنى عنه ماله وما كسب سيصلى نارا ذات لهب سيصلى نارا ذات لهب وامرأته حمالة الحطب في جيدها حبل من مسد അവസാനത്തെ ആയത്ത് നോക്ക് നിങ്ങൾ. ഫീ ജീദിഹ, ഹാ കഴിഞ്ഞിട്ട് ഉടനെ വരുന്ന അക്ഷരം ഹ ആണ്. രണ്ടും ഒരേപോലെ ഉച്ചരിക്കാൻ പാടില്ല. ഒന്ന് ഹ ആണ് ആദ്യത്തെ, ഫീ ജീദിഹ, ഹ എന്ന് വേണം പറയാൻ. അടുത്തതോ ഹബുലുൻ, ഹ, ഫീ ജീദിഹ ഹബുലും മിൻ മസദ്. രണ്ടും മാറിയാൽ വലിയ അർത്ഥ വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് നന്നായി ഉച്ചരിക്കണം, ഉച്ചരിച്ച് ശീലിക്കണം. വളരെ ചെറിയ സൂറത്താണിത്. ഇതെല്ലാവർക്കും ഹിഫ്ളാണ് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആർക്കെങ്കിലും ഹിഫ്ൾ ഇല്ലെങ്കിൽ പെട്ടെന്ന് കാണാതെ പഠിക്കണം. ചെറിയ സൂറത്തുകൾ അങ്ങനെ പഠിച്ചു തുടങ്ങുക. ചെറിയ സൂറത്തുകൾ പഠിച്ച് ഹിഫ്ളാക്കി തുടങ്ങുക. ഹിഫ്ളാണ് യഥാർത്ഥത്തിൽ അറിവെന്ന് പറയുന്നത്. ഹിഫ്ളാണ് ഇൽമെന്ന് പറയുന്നത്. ഹിഫ്ളാണ് ഇൽം. കിതാബിൽ എഴുതി വെച്ചതല്ല ഇൽം. ഇൽമെന്ന് പറഞ്ഞാൽ മനസ്സിലുള്ളതാണ്. അതുകൊണ്ട് ഹിഫ്ളാക്കാൻ ശ്രദ്ധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്, ഒരു മനുഷ്യൻ പരിശുദ്ധ ഖുർആൻ പഠിച്ച ഒരാൾ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടാൽ അയാളോട് പറയപ്പെടും, നീ ഓതുക, എന്നിട്ട് നീ ഉയർന്നു പോവുക. വറത്തിൽ കമാ കുൻത തുറത്തിലു ഫിദ്ദുന്യ ഫഇന്ന മൻസിലതക ഇൻദ ആഖിരി ആയത്തിൻ തഖറഉഹാ. നീ ഓതുന്ന ദുനിയാവിൽ ഓതാറുണ്ടായിരുന്നതുപോലെ സാവധാനം തർത്തീലാക്കി നീ ഓതുക. എന്നിട്ട് നീ ഉയർന്നു പോകുക. നിന്റെ സ്ഥാനം എവിടെയാണെന്നോ, നിന്റെ ഓത്ത് എവിടെയാണ് അവസാനിക്കുന്നത്, അവിടെയാണ് എന്റെ ഹിഫ്ള് അവസാനിക്കുന്ന സ്ഥലത്താണ് എന്റെ സ്ഥാനം എന്ന് പറഞ്ഞ് സ്വർഗത്തിൽ ഓരോ ദർജകളായി ഉയർന്നു പോകാനുള്ള ഭാഗ്യം പരിശുദ്ധ ഖുർആന്റെ ആളുകൾക്ക്, ഖുർആൻ പഠിച്ച ആളുകൾക്ക് ലഭിക്കും. സ്വർഗത്തിൽ ദർജകളുള്ളത് അറിയാലോ. 100 ദർജകൾ ഉണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിൽ ഒരു ദർജ, ഒന്നാമത്തെ ദർജയിലുള്ള ആൾ രണ്ടാമത്തെ ദർജയിലുള്ള ആളുകൾ നോക്കുന്നത് നക്ഷത്രങ്ങൾ നോക്കുന്നത് പോലെ അത്രയും വ്യത്യാസം ഉണ്ടാവും. അവസാനത്തെ സ്വർഗത്തിൽ അവസാനമായി കയറുന്ന ആളോടാണ് അള്ളാഹു പറയുന്നത്, നിനക്ക് നീ ആഗ്രഹിച്ചത് മുഴുവൻ ലഭിക്കും, ദുനിയാവിന്റെ 10 ഇരട്ടിയും. ഇത് അവസാനമായി അവസാന സ്വർഗത്തിൽ കയറുന്ന ആൾക്കുള്ള പ്രതിഫലമാണ്. ഓരോ ദർജകൾ ഉയർന്നു പോകുമ്പോൾ എന്തായിരിക്കും സ്വർഗത്തിലെ പ്രതിഫലം സങ്കല്പിക്കാൻ കൂടി സാധിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അങ്ങനെയാണല്ലോ, മാല ഐനുൻ റഅത് വലാ ഉദുനുൻ സമിഅത് വലാ ഖതറ അലാ ഖൽബി ബശരിൻ. ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തത്, ഒരു കാതും കേട്ടിട്ടില്ലാത്തത്, ഒരു മനുഷ്യന്റെ മനസ്സിലും സങ്കല്പിക്കാൻ കഴിയാത്തതാണ് അള്ളാഹു മുഅ്മിനീങ്ങൾക്ക് ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗം. അള്ളാഹുവെ, അവിടെ നീ ഞങ്ങളെ പ്രവേശിപ്പിക്കണമേ. ഈ സൂറത്തിന്റെ തഫ്സീറിലേക്ക് കടക്കുകയാണ്. ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വഹിയ മക്കിയ, സൂറത്ത് എവിടെയാണ് അവതരിച്ചത്? മക്കയിലാണ്. ഇബ്നു കസീർ റഹിമഹുല്ലാഹു തആല പറയുകയാണ്, ഇതിന്റെ അവതരണ പശ്ചാത്തലം, ഈ സൂറത്ത് ഇറങ്ങാനുണ്ടായ കാരണം, സബബുൻ നുസൂൽ, അത് പറഞ്ഞു തുടങ്ങാം. എന്താണ് വാക്കർത്ഥം? എന്താണ്? തബ്ബത്ത്. തബ്ബത്ത് പറഞ്ഞാൽ നശിച്ചു. തബ്ബത്ത് നശിച്ചു, അല്ലെങ്കിൽ നശിക്കട്ടെ. പ്രാർത്ഥന പറയുമ്പോൾ മാളിയായ ഫിഅലായി സാധാരണ പറയാറ്. ഒന്നാമത്തത് ഒരു ദുആ എന്ന നിലക്കും രണ്ടാമത്തത് ഒരു ഖബർ, അറിയിക്കലാണെന്ന നിലക്കും മുൻഗാമികൾ പറഞ്ഞിട്ടുണ്ട്. 2 തബ്ബ് ഈ ഒറ്റ ആയത്തിൽ തന്നെ ഉണ്ട്.
തബ്ബത് യദാ അബീ ലഹബ്, അബൂലഹബിന്റെ രണ്ട് കൈയും നശിക്കട്ടെ. വതബ്, അവൻ നശിച്ചിരിക്കുന്നു. ഒന്ന് നശിക്കട്ടെ എന്ന് ഒന്ന് നശിച്ചിരിക്കുന്നു എന്നാണെന്ന് ചില മുൻഗാമികൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. തബ്ബത് യദാ, യദാ എന്ന് പറഞ്ഞാൽ എന്താണ്? യദാനിയാണ്. യദാനി, രണ്ട് കൈകൾ. യദാനി എന്നത് മറ്റൊന്നിലേക്ക് ഇളാഫത്ത് ചെയ്യുമ്പോൾ അബൂലഹബിലേക്ക് ചേർത്തപ്പോ എന്തായി? യദാ എന്നായി, നൂനൊഴിവായി. യദാ അബീ ലഹബിൻ, അബൂലഹബിന്റെ രണ്ട് കൈയും നശിക്കട്ടെ. വതബ്, അവൻ നശിച്ചിരിക്കുന്നു. മാ അഗ്ന അൻഹു, മാ അഗ്ന, ഉപകാരപ്പെട്ടില്ല, ഉപകാരപ്പെട്ടില്ല. അൻഹു, അവന്, മാലുഹു, അവന്റെ സമ്പത്ത്, മാൽ, അവന്റെ ധനം, സമ്പത്ത്, സ്വത്ത് അവൻ ഉപകാരപ്പെട്ടില്ല. വമാ കസബ്, കസബ എന്ന് പറഞ്ഞ സമ്പാദിച്ചു. വമാ കസബ, എന്താണോ അവൻ സമ്പാദിച്ചത് അതും. സമ്പത്ത് എന്ന് പറഞ്ഞാൽ അവൻ സമ്പാദിച്ചത് തന്നെയാണ്. പിന്നെ അവന്റെ കെസ്ബിൽ പെടും അവന്റെ മക്കൾ. ഒരു മനുഷ്യന്റെ സമ്പാദ്യമാണ് അയാളുടെ മക്കളും. ഇവിടെ കെസബ എന്ന് പറഞ്ഞാൽ അവന്റെ മക്കളാണെന്ന് മുഫസ്സിറുകൾ പ്രത്യേകം അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. മാ അഗ്ന അൻഹു മാലുഹു, അവന്റെ സമ്പത്തോ അവൻ സമ്പാദിച്ചു വെച്ചതോ അവൻ ഉപകാരപ്പെട്ടില്ല. സയസ്ല, സയസ്ല, അവൻ എരിയുന്നതാണ്, അവൻ കത്തിക്കരിയുന്നതാണ്. സ എന്നത് ഭാവിയെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. യസ്ല, യസ്ല എന്നാണ് വാക്ക്. സയസ്ല, അവൻ കത്തിക്കരിയുന്നതാണ്, വെന്തെരിയുന്നതാണ്. നാറൻ, എവിടെ? നരകത്തിൽ, തീയിൽ വെന്തെരിയുന്നതാണ് അവൻ. എന്താണ് ആ തീയുടെ പ്രത്യേകത? ദാത ലഹബിൻ, തിളക്കമുള്ള, തിളക്കമുള്ള, അത്യുഷ്ണമുള്ള, കരിച്ചു കളയുന്ന, അതിതീവ്രതയുള്ള തീയിൽ അവൻ വെന്തെരിയുന്നതാണ്. നോക്ക്, അവന്റെ പേരെന്താ? അബൂലഹബ്. അവൻ ആ പേര് വരാനുള്ള കാരണം പറയാം. അവന്റെ മുഖത്തിന് നല്ല തിളക്കുണ്ടായിരുന്നു എന്നാണ്. യഥാർത്ഥ പേരല്ലത്, നല്ല തിളക്കുള്ള ആളെന്നുള്ള ആൾക്ക് ഇട്ടുകൊടുത്ത പേര്. എന്നാൽ തിളച്ചുമറിയുന്ന, ചൂടേറിയ, വെട്ടിത്തിളങ്ങുന്ന തീയിൽ അവൻ വെന്തെരിയുന്നു. ആ വാക്ക് തന്നെ അല്ലാഹു റബ്ബുൽ ആലമീൻ അവനെ കരിക്കുന്ന തീയെക്കുറിച്ചും പറയുകയുണ്ടായി. സയസ്ല നാറൻ ദാത ലഹബ്, അവന്റെ സമ്പത്ത് അവന് ഉപകാരപ്പെട്ടില്ല, അവന്റെ മക്കൾ ഉപകാരപ്പെട്ടില്ല, അവന്റെ സൗന്ദര്യം ഉപകാരപ്പെട്ടില്ല. സയസ്ല നാറൻ ദാത ലഹബ്, അവൻ മാത്രമല്ല വംറഅതുഹു, ഇംറഅതുഹു, അവന്റെ ഭാര്യയും, അവന്റെ പെണ്ണും എന്ന് പറഞ്ഞ ചെറു പെണ്ണാണ്. ഇമ്രുഉൻ, അതിന്റെ മുഅന്നസാണ് ഇമ്റഅതുൻ. ഒരാളെ എന്തു പറയും? ഇമ്റഉൻ എന്ന് പറയും. മർഉൻ, അത് ലോപിച്ചിട്ടാണ് മർഉൻ എന്ന് പറയുന്നത്. മർ, മനുഷ്യൻ. ഇമ്റഅതുൻ വംറഅതുഹു, അവന്റെ ഭാര്യയും. എന്നിട്ട് അല്ലാഹു പറയുകയാണ് ഹമ്മാലത്തുൽ ഹതബ്, അവന്റെ ഭാര്യ എങ്ങനത്തവളാണ്? അവൾക്കുള്ളൊരു വിശേഷണം ഹമ്മാല. ഹമല പറഞ്ഞാൽ വഹിക്കുക, ചുമക്കുക. ഹമ്മാല, ചുമക്കുന്നവളാണവൾ. എന്താണ് ചുമക്കുന്നത്? അൽ ഹതബ്. ഹതബ് പറഞ്ഞാൽ വിറക്, വിറക് ചുമക്കുന്നവളാണവൾ. വിറക് ചുമട്ടുകാരിയായ, വിറക് ചുമക്കുന്നവളായ അവന്റെ ഭാര്യയും അവനെപ്പോലെ നരകത്തിൽ വെന്തെരിയുന്നതാണ്. ഫീ ജീദിഹ, അവളുടെ കഴുത്തിലുണ്ട്. ഫീ ജീദിഹ, അവളുടെ കഴുത്തിലുണ്ട്. ഹബുലുൻ, ഒരു കയർ. ഹബുൽ എന്ന് പറഞ്ഞ കയർ. മിൻ മസദ്, മിൻ മസദിൻ, ഈത്തപ്പനയുടെ നാരിൽ കൊണ്ടുള്ള ഒരു കയർ അവളുടെ കഴുത്തിലുണ്ട്. ഇൻഷാ അല്ലാഹ് തഫ്സീർ വരുമ്പോ മനസ്സിലാവും. روى البخاري عن ابن عباس أن النبي صلى الله عليه وسلم خرج إلى البطحاء فصعد الجبل فنادى يا صباحاه فاجتمعت إليه قريش. ഇമാം ബുഖാരി റഹിമഹുല്ലാ ഉദ്ധരിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? റസൂലുള്ള പുറപ്പെട്ടു, മരുഭൂമിയിലേക്ക് പുറപ്പെട്ട് ജബലിൽ കയറി. എവിടെയാണ് കയറിയത്? സഫാ കുന്നിലാണ് കയറിയത്. ഇതിന്റെ പശ്ചാത്തലം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, വഅൻസിർ അശീറതകൽ അഖ്റബീൻ, നബിയെ താങ്കളുടെ അടുത്ത ബന്ധുക്കളെ താങ്കൾ താക്കീത് ചെയ്യുക, അവർ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക. യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻസിർ, പുതപ്പിച്ചു മൂടിക്കിടക്കുന്ന പ്രവാചകരെ, ഖും, എണീക്കൂ, ഫഅൻസിർ, അവർക്ക് താക്കീത് നൽകൂ. നദീറാണ് താങ്കൾ, പരലോകത്തെക്കുറിച്ച് താക്കീത് നൽകുന്ന ആളാണ്.
ഈ കൽപ്പന ഉണ്ടായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു ചെയ്തു? സഫാ കുന്നിന്റെ മുകളിൽ കയറി വിളിച്ചു. എല്ലാരും പേരെടുത്ത്, കുടുംബക്കാരെ ഓരോരുത്തരെയും പേരെടുത്ത് കുടുംബത്തിന്റെ പേരെടുത്ത് വിളിച്ചു. എല്ലാരും വന്നു. ആരാണ് വിളിക്കുന്നത്? ആരാണ് ഈ വിളിക്കുന്നത്? മുഹമ്മദാണ് വിളിക്കുന്നത്. എല്ലാരും വന്നു. ഖുറൈശികൾ എല്ലാവരും വന്നു. ഫഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, അറഅയ്തും ഇൻ ഹദ്ദസ്തുകും അന്നൽ അദുവ മുസ്ബിഹുകും ഔ മുംസീകും അകുൻതും തുസദ്ദിഖൂനി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ, ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറയുകയാണെങ്കിൽ, ഇതാ ഈ കുന്നിന്റെ അപ്പുറത്ത് നിന്ന് ഒരു ശത്രു നിങ്ങൾ ആക്രമിക്കാൻ വരുന്നു എന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? നിങ്ങൾ എന്നെ സത്യപ്പെടുത്തുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യമാണ്. ഖാലു, അവർ പറഞ്ഞു, നഅം, അത് ഞങ്ങൾ സത്യപ്പെടുത്തും. മാ ജറബ്ന അലൈക ഇല്ലാ സിദ്ഖാ. മറ്റൊരു റിപ്പോർട്ടിൽ മാ ജറബ്ന അലൈക കദിബാ. നിന്നിൽ നിന്ന് ഒരു കളവ് ഞങ്ങൾക്ക് മുൻ പരിചയമില്ല. നീ സത്യം മാത്രം പറയുന്ന ആളാണ്, പിന്നെ എങ്ങനെ നിന്നെ വിശ്വസിക്കും? നോക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശത്രുക്കൾ പോലും നൽകുന്ന എന്താണ് വിശേഷണം? എന്താണ്? റസൂലുള്ളാഹ് കളവ് പറയുമായിരുന്നില്ല ഒരിക്കലും, സത്യം മാത്രം പറയുന്ന ആളാണ്. മുഅ്മിനീങ്ങൾക്ക് ആ സ്വഭാവം വേണ്ടതാണ്. നിന്നിൽ നിന്നൊരു കളവ് ഞങ്ങൾക്ക് പരിചയമില്ല, പിന്നെ എങ്ങനെ വിശ്വസിക്കാതിരിക്കും? തീർച്ചയായും ഞങ്ങൾ വിശ്വസിക്കും എന്നാണ് അവർ പറഞ്ഞത്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഫഇന്നി നദീറുകും ബൈന യദൈ അദാബിൻ ശദീദ്, ഫഇന്നി നദീറുൻ ലക്കും ബൈന യദൈ അദാബിൻ ശദീദ്. എങ്കിൽ ഞാനിതാ കഠിനമായ ഒരു ശിക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് താക്കീത് നൽകാൻ വേണ്ടി വന്നവനാണ്. ഖിയാമത്ത് നാളിനെ കുറിച്ച് സൂചന നൽകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ നിഷേധിച്ച ഖിയാമത്ത് നാൾ അവർ വിശ്വസിച്ചിട്ടില്ലല്ലോ. ഖിയാമത്ത് നാൾ ഉണ്ടാവുന്ന വീണ്ടും ഇദാ കുന്ന തുറാബൻ വഇളാമ, ഞങ്ങൾ തുറാബായിട്ടാണോ? ഇദാ കുന്ന തുറാബ ദാലിക റജഉൻ ബഈദ്, ഞങ്ങൾ മണ്ണായിട്ട് വീണ്ടും അല്ലാഹു ജീവിപ്പിക്കാനോ? അത് വിദൂരമായ ഒരു നടക്കാത്തൊരു കാര്യമാണ്. തൗഹീദ് അവർ നിഷേധിച്ചതുപോലെ അവർ നിഷേധിച്ച കാര്യമാണെന്ത്? ആഖിറ. നബി പ്രവാചകന്മാര് വന്നുകൊണ്ട് അവരുടെ ജനങ്ങളോട് പറഞ്ഞ തൗഹീദിന്റെ കൂടെ പറഞ്ഞ കാര്യം കാണാം. എന്താണ്? ഫഇന്നി അഖാഫു അലൈക്കും അദാബ യൗമിൻ അളീം, ഒരു ഭയങ്കരമായ ശിക്ഷയുടെ ദിവസത്തെ ഞാൻ നിങ്ങളിൽ ഭയപ്പെടുന്നു. ഖിയാമത്ത് നാളിനെ നിഷേധിച്ച ആളുകളായിരുന്നു ബഹുഭൂരിപക്ഷം ആളുകളും മുശ്രിക്കുകളും. ഇത് പറഞ്ഞപ്പോൾ ഫഖാല അബൂ ലഹബ്, ആ വിളിച്ച കൂട്ടത്തിൽ ആരും വന്നിരുന്നു? അബൂലഹബ് വന്നിരുന്നു. അബൂലഹബ് എണീറ്റ് നിന്ന് പറഞ്ഞു, അലിഹാദ ജമഅതന തബ്ബൻ ലക്, അലിഹാദ ജമഅതന തബ്ബൻ ലക്, ഇതിനു വേണ്ടിയാണോ നീ ഞങ്ങളെ വിളിച്ചു കൂട്ടിയത്? തബ്ബൻ ലക്, നിനക്ക് നാശം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവൻ പറഞ്ഞു. നബിക്ക് നാശമെന്നവൻ വിളിച്ചു. ആദ്യമായി റസൂലുള്ളാഹിനോടുള്ള എതിർപ്പ് ഉദ്ഘാടനം ചെയ്തത് ആരാണ്? അബൂലഹബാണ്. ഫഅൻസലല്ലാഹ് തബ്ബത് യദാ അബീ ലഹബിൻ വതബ് ഇലാ ആഖിരിഹാ. അപ്പോൾ അല്ലാഹു റബ്ബുൽ ആലമീൻ തബ്ബത് ഈ സൂറത്ത് അവതരിപ്പിച്ചു അതിന്റെ അവസാനം വരേക്കും. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞ അതേ വാക്ക് അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു. അബൂലഹബിന്റെ രണ്ട് കൈകളും നശിച്ചു പോകട്ടെ. അവനിങ്ങനെ കൈയമർത്തി കൈ നൊട്ടിച്ച് അങ്ങനെ വരില്ല. അങ്ങനെയാണ് അവൻ ആ വാക്ക് പറഞ്ഞതെന്നാണ് ഈ റിപ്പോർട്ടിലുള്ളത്. അവനിങ്ങനെ കൈകൊണ്ടൊരു കളി കളിച്ചിട്ടാണ് പറഞ്ഞത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കൈകൾക്ക് നാശം എന്ന് പറയുകയുണ്ടായി. في رواية فقام ينفض يديه وهو يقول تبا لك سائر اليوم ألهذا جمعتنا. കൈകൊണ്ട് ഒരു കളി കളിച്ചിട്ടാണ് അവനത് പറഞ്ഞതെന്ന് തന്നെ ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച മറ്റൊരു റിപ്പോർട്ടിൽ കാണാം. ആരാണ് ഈ മനുഷ്യൻ? അബൂലഹബ്. ആരാണ്? فأبو لهب هذا هو أحد أعمام رسول الله صلى الله عليه وسلم. ആരുമല്ല, റസൂലുള്ളാഹിന്റെ ഒരു അമ്മാണ്. അമ്മ എന്ന് പറഞ്ഞാൽ ഉപ്പാന്റെ സഹോദരൻ എന്ന് പറഞ്ഞാൽ അബ്ദുൽ മുത്തലിബിന്റെ ഒരു മകനാണ്. വസ്മുഹു അബ്ദുൽ ഉസ്സ. എന്താണ് അവന്റെ യഥാർത്ഥ പേര്? അബ്ദുൽ ഉസ്സ, ഉസ്സന്റെ അടിമ. അബ്ദുൽ ഉസ്സ, ഉസ്സ പറഞ്ഞ അവരെ ഇലാഹാണല്ലോ. فرأيتم اللات والعزى ومناة الثالثة الأخرى. അള്ളാഹു ചോദിച്ചു, ലാത്തയും ഉസ്സയും നീ കണ്ടില്ലേ? മൂന്നാമതുള്ള മറ്റൊരു മനാത്തയും കുറിച്ച് എന്താണ് നിനക്ക് പറയാനുള്ളത് എന്ന് അള്ളാഹു പറഞ്ഞല്ലോ. അള്ളാഹു
പരിഹസിച്ചുകൊണ്ട് ആക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞു സൂറത്തു നജ്മിൽ. അബ്ദുൽ ഉസ്സ എന്നാണ് അവന്റെ പേര്. വസ്മുഹു അബ്ദുൽ ഉസ്സ ഇബ്നു അബ്ദുൽ മുത്തലിബ്. ആരുടെ മോനാണ്? അബ്ദുൽ മുത്തലിബ്, അബ്ദുള്ളാന്റെ സഹോദരനാണ്. വകുന്യതുഹു അബൂ ഉത്ബ. മറ്റൊരു കുന്യത്ത് അവനുള്ളത് എന്താണ്? അബൂ ഉത്ബ, ഉത്ബയുടെ ഉപ്പ. വഇന്നമാ സുമ്മിയ അബാ ലഹബിൻ ലിഇശ്റാഖി വജ്ഹിഹി. ഇബ്നു കസീർ പറയുകയാണ്, അവന് അബൂ ലഹബ് എന്ന് പേര് കിട്ടിയത് അവന്റെ മുഖം നല്ല തിളങ്ങുന്ന മുഖമായിരുന്നു. അല്ലെ, ചില ആൾക്കാർ നോക്കി പറയും, അയാളെ മുഖത്തല്ലൊരു ഈമാൻ, അയാളെ മുഖത്ത് അങ്ങനെയില്ല. ആളുകൾ അങ്ങനെ പറയാറുണ്ട്. ചിലപ്പോ ഒരു ഇസ്ലാമിക അടയാളം മുഖത്തില്ലാത്ത താടിയൊക്കെ അടിച്ച ആൾക്കാരെ നോക്കിയിട്ട് വരെ മനുഷ്യന്മാർ അങ്ങനെ പറയാറുണ്ട്. വിവരമില്ലാതെ ജനങ്ങൾ പറയുന്നതാണ്. ആളുകളെ മുഖത്തൊക്കെ ഈമാൻ പറയാനൊന്നും നമുക്ക് കഴിയില്ല, അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. അബാ ലഹബിന്റെ ഇശ്റാഖി വജ്ഹി, അബൂ ലഹബിന്റെ മുഖം നല്ല തിളക്കുണ്ടായിരുന്നു, നല്ല തിളങ്ങുന്ന മുഖമായിരുന്ന മനുഷ്യൻ. വകാന കസീറുൽ അദിയ്യതി ലറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിനെ ധാരാളം ദ്രോഹിച്ച ഒരു മനുഷ്യനായിരുന്നു ഇയാൾ. റസൂലുള്ളാഹിനെ ഒരുപാട് ദ്രോഹിച്ചവനായിരുന്നു ഇവൻ. വൽ ബുഗ്വതി ലഹു, നബിയോട് അങ്ങേയറ്റത്തെ വെറുപ്പ് വെച്ചവനായിരുന്നു. വൽ ഇസ്തിറാഉ ബിഹി വത്തനഖുസു ലഹു വലിദീനിഹി, വത്തനഖുസു ലഹു വലിദീനിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആട്ടിയകറ്റാനും നബിയെ ചീത്ത വിളിക്കാനും നബിയുടെ കോട്ടങ്ങൾ എടുത്തു പറയാൻ, നബിയെ മോശക്കാരനാക്കാനും നബിയുടെ ദീനിനെ മോശക്കാരനാക്കാനും മുൻപന്തിയിൽ നിന്ന കാഫിറായിരുന്നു ആര്? അബൂ ലഹബ്. നബിയുടെ ബന്ധുവാണ്, അമ്മാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മാണ്. ഇതാണ് അബൂ ലഹബ്. ഇവനെ കുറിച്ചും അവന്റെ ഭാര്യയെക്കുറിച്ചുമാണ് ഈ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇനി ഈ ബാക്കി ഇബ്നു കസീർ വായിക്കുന്നതിന് മുമ്പ് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ മൊത്തത്തിൽ ആയത്തിന്റെ ഒരു ചെറിയ തഫ്സീർ മനസ്സിലാക്കാൻ വേണ്ടി, ഈ സൂറത്തിന്റെ തഫ്സീർ മനസ്സിലാക്കാൻ വേണ്ടി അബ്ദുറഹ്മാൻ ബിൻ നാസിർ സഅദി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ നിന്ന് വായിക്കാം. അദ്ദേഹം പറയുകയാണ്, അബൂ ലഹബ് ഹുവ അമ്മു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം وكان شديد العداوة والأذية للنبي صلى الله عليه وسلم ولا فيه دين ولا حمية للقرابة قبحه الله. ഇവനായിരുന്നു റസൂലുള്ളാഹിനെ കഠിനമായി ദ്രോഹിച്ചവനായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിനെ, അവന് ദീനുണ്ടായിരുന്നില്ല. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായുള്ള കുടുംബബന്ധം പരിഗണിച്ചിരുന്നില്ല. ഒരു കുടുംബക്കാരനാണ്, സഹോദരന്റെ മകനാണ് എന്നൊരു പരിഗണന പോലും ഇവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുത്തിരുന്നില്ല. ഖബ്ബഹഹുല്ലാഹ്, അല്ലാഹു അവനെ നിന്ദനാക്കി. ഫദമ്മഹു അല്ലാഹു ബിഹാദാ ദമ്മിൽ അളീം. അല്ലാഹു ഈ ഭയാനകരമായ ആക്ഷേപം, ആരാ ഇത് പറയുന്നത്? അല്ലാഹുവാണ് പറയുന്നത്. ആകാശഭൂമികളുടെ റബ്ബായ റബ്ബുസ്സമാവാതി വൽ അർദ്, ആ അല്ലാഹുവാണ് ഒരു മനുഷ്യനെ പേരെടുത്തു പറഞ്ഞ് നാശമെന്ന് പറയുന്നത്. അതിനോളം വലിയ ദൗർഭാഗ്യം എന്താണുള്ളത്? അതിനോളം വലിയ ഭാഗ്യകരം എന്താണുള്ളത്? അല്ലദീ ഹുവ ഖിസ്യുൻ അലൈഹി ഇലാ യൗമിൽ ഖിയാമ. അല്ലാഹുവിന്റെ ഈ വാക്ക് ഖിയാമത്ത് നാൾ വരെ അവന് ഖിസ്യാണ്, അവന് അപമാനമാണ്. ഖിയാമത്ത് നാളിന് ശേഷം പരലോകത്തെ വലിയ അപമാനവും. ഫഖാല തബ്ബത് യദാ അബീ ലഹബിൻ. അല്ലാഹു പറഞ്ഞു, അബൂ ലഹബിന്റെ രണ്ട് കൈയും നശിക്കട്ടെ. ഐ ഖസിറത് യദാ, അവന്റെ രണ്ട് കൈയും തുലഞ്ഞു പോകട്ടെ. വശഖാ വതബ്ബ ഫലം യർബഹ്, അത് ലാഭത്തിലായില്ല, അത് നഷ്ടത്തിലായി, തുലഞ്ഞുപോയി. മാ അഗ്ന അൻഹു മാലുഹു വമാ കസബ് അല്ലദീ കാന ഇൻദഹു അത്ഗാഹ് വലാ മാ കസബഹു ഫലം യർദ് അൻഹു ശൈഅൻ മിൻ അദാബില്ലാഹി ഇദ് നസല ബിഹി. അവന്റെ സമ്പത്തോ അവൻ സമ്പാദിച്ചതോ അവന്റെ സന്താനങ്ങളോ അവന് ഉപകാരപ്പെട്ടില്ല. അള്ളാഹുവിന്റെ ശിക്ഷ അവനിറങ്ങിയപ്പോൾ, അള്ളാഹുവിന്റെ അദാബ് അവൻ ഉറപ്പായപ്പോൾ ഇതൊന്നും അവനെ രക്ഷിക്കാനുണ്ടായില്ല. സയസ്ലാ നാറൻ ദാത ലഹബ് ഐ സതുഹീതു ബിഹി നാർ മിൻ കുല്ലി ജാനിബ്. നരകത്തിൽ അവൻ സയസ്ല എന്നാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ എല്ലാ ഭാഗത്തു നിന്നും നരകത്തി അവനെ മൂടിക്കളയും, നരകത്തിൽ അവൻ എരിയും. هو وامرأته حمالة الحطب وكانت أيضا شديدة الأذية لرسول الله صلى الله عليه وسلم. അവന്റെ ഭാര്യയും റസൂലുള്ളാഹിനോട് കഠിനമായ വിരോധമുള്ള പെണ്ണായിരുന്നു. തതആവനു ഹിയ വസൗജുഹാ അലൽ ഇസ്മി വൽ ഉദ്വാൻ. അവനും അവന്റെ ഭാര്യയും പരസ്പരം സഹകരിച്ചിരുന്നു. എന്തിൽ?
ഈ പാപത്തിലും ഈ ശത്രുതയിലും. അള്ളാഹു പറഞ്ഞില്ലേ, തആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ എന്നല്ലാഹു പറഞ്ഞിട്ടുള്ളതുപോലെ ഈ പാപത്തിലും ശത്രുതയിലും പരസ്പരം സഹായിച്ചവരായിരുന്നു ഈ അബൂലഹബും അവന്റെ ഭാര്യയും. അൽ ഖബീസാത്തു ലിൽ ഖബീസീൻ എന്ന് പറഞ്ഞത് ശരിയാകുന്നത് പോലെയാണ് ഈ പെണ്ണും ഇയാളും ഇവന്റെ ഭാര്യയും. هي وزوجها على الإثم والعدوان وتلقي الشر وتسعى غاية ما تقدر عليه في أذية الرسول صلى الله عليه وسلم. എങ്ങനെയൊക്കെ സാധിക്കുമോ നബിയെ ഉപദ്രവിക്കാൻ അങ്ങനെയൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദ്രവിക്കാൻ ഈ പെണ്ണ് ശ്രമിച്ചിരുന്നു. في جيدها حبل من مسد وتجمع على ظهرها من الأوزار بمنزلة من يجمع حطبا قد أعد له في عنقه حبلا من مسد أي من ليف أو أنها تحمل في النار الحطب على زوجها. അത് തഫ്സീർ ഇബ്നു കസീർ വായിക്കുമ്പോൾ കൂടുതൽ വ്യക്തമാവും. അത് ഇമാം സഅദി ഒന്ന് ചുരുക്കി പറയുകയാണ്. അതായത് അവളുടെ പാപഭാരം ഒരു വിറക് ചുമടുന്ന പോലെ പരലോകത്ത് വഹിക്കും. അല്ലെങ്കിൽ അല്ലെങ്കിലോ ഈ ലോകത്ത് ഈ തിന്മയിൽ ഭർത്താവിനെ സഹായിച്ചിട്ടുള്ളതുപോലെ നരകത്തീയിൽ അവനെ കത്താൻ ഈ പെണ്ണ് സഹായിക്കും. എന്താ ചെയ്യുക? അവനെ കത്തിക്കുന്ന തീയിൽ ഇവൾ കൊണ്ടുപോയി എന്തിട്ട് കൊടുക്കും? വിറകിട്ട് കൊടുക്കും. ഇതൊക്കെ തഫ്സീറുകൾ, മുൻഗാമികളുടെ തഫ്സീറുകളിൽ വന്നിട്ടുള്ളത്. ഇതൊന്നും പരസ്പരം എതിരല്ല, എല്ലാം ഒരുപോലെ തന്നെയാണ്. എല്ലാം കൂടിയതാണ്. പാപഭാരം അവൾ വഹിക്കും, അതുപോലെ ഭർത്താവിനെ കത്തിക്കാനുള്ള വിറകും അവൾ വഹിക്കും. വേറെയും വരാനുണ്ട്. മുതഖല്ലിദ ഫീ ഉനുഖിഹാ ഹബ്ലൻ മിൻ മസദ്, അവളുടെ കഴുത്തിൽ ഇങ്ങനെ ഒരു ഈത്തപ്പന നാരുകൊണ്ടുള്ള കയറുണ്ടാകും. വഅലാ കുൽ ഫഫീ ഹാദിഹി സൂറ, ഇതൊക്കെ ഉണ്ടാകും. മാത്രമല്ല എന്നിട്ട് അദ്ദേഹം അവസാനിപ്പിക്കുകയാണ്, ഫഫീ ഹാദിഹി സൂറ, ഈ സൂറത്തിലുണ്ട് ആയത്തുൻ ബാഹിറ മിൻ ആയാത്തില്ലാ, അള്ളാഹുവിന്റെ അതിമഹത്തായ വളരെ വ്യക്തമായ ഒരു ദൃഷ്ടാന്തം ഈ സൂറത്തിലുണ്ട്. فإن الله أنزل هذه السورة وأبو لهب وامرأته لم يهلكا. അള്ളാഹു ഈ സൂറത്ത് ഇറക്കുമ്പോൾ അബൂ ലഹബ് മരിച്ചിട്ടുണ്ടോ? ഇല്ല. അവന്റെ ഭാര്യ മരിച്ചിട്ടുണ്ടോ? ഇല്ല. وأخبر أنهما سيعذبان في النار ولا بد. അവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അള്ളാഹു റബ്ബുൽ ആലമീൻ ഉറപ്പിച്ചു പറഞ്ഞു അവർ രണ്ടുപേരും നരകത്തിൽ ശിക്ഷിക്കപ്പെടും. ومن لازم ذلك أنهما لا يسلمان. അങ്ങനെ പറഞ്ഞ ഉറപ്പാണ് പിന്നെ ഇവർ രണ്ടാളും മുസ്ലിം ആവൂല എന്നുള്ളത്. മരണം വരെ പിന്നെ മുസ്ലിങ്ങളാവൂല എന്നുള്ളത് ഉറപ്പാണ്. فوقع كما أخبر عالم الغيب والشهادة. ഗൈബും ഷഹാദത്തും അറിയുന്ന അള്ളാഹു അറിയിച്ചെന്നതുപോലെ തന്നെ നടന്നു. ഇവരെത്ര ബന്ധുക്കൾ മുസ്ലിമായി. ഈ പെണ്ണിന്റെ ആങ്ങളെയാണ് ആര്? അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു. അബൂ ലഹബിന്റെ ഭാര്യയുടെ ആങ്ങളെയാണ്. അബൂ ലഹബിന്റെ അളിയനാണ് ആര്? അബൂ സുഫിയാൻ. മുസ്ലിമായില്ലേ? സഹാബിയ. അബൂ സുഫിയാന്റെ മകൻ മുആവിയ റളിയല്ലാഹു അൻഹു. എത്ര ബന്ധുക്കൾ, ഇവരുടെ എത്ര ബന്ധുക്കൾ മുസ്ലിമായി അല്ലെ? അബൂ താലിബിന്റെ മക്കൾ അലി ബിൻ അബി താലിബ്, ജഅഫർ ബിൻ അബി താലിബ്, എത്ര ആളുകൾ. പക്ഷെ ആ കൂട്ടത്തിൽ അങ്ങനെ നബിയോട് ഒരുപാട് ശത്രുത ഉണ്ടായിരുന്ന ആളുകൾ മുസ്ലിങ്ങളായിട്ടില്ലേ? പക്ഷെ ഇവർ രണ്ടുപേരും നശിച്ചു എന്ന് അള്ളാഹു ജീവിച്ചിരിക്കെ തന്നെ പറഞ്ഞു. അതുപോലെ തന്നെ മരിക്കുന്നതുവരെ അള്ളാഹുവിന്റെ ദീൻ സ്വീകരിക്കാനുള്ള തൗഫീഖ് കിട്ടിയില്ല. അള്ളാഹുവിന്റെ ആയത്താണ് അല്ലെ? പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൽ നിന്നുള്ളതാണെന്നുള്ള തെളിവാണിത്. അവർ മുസ്ലിം ആയില്ല എന്ന ചരിത്രം തന്നെ. ഇതാണ് ഇമാം സഅദി റഹിമഹുല്ലാ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ഇബ്നു കസീറിൽ നിന്ന് തന്നെ ബാക്കി വായിക്കാം. വറവ അഹ്മദ്, ഇമാം അഹ്മദ് റഹിമഹുല്ലാ ഉദ്ധരിക്കുകയാണ് ഒരു സംഭവം. റബീഅത്ത് ഇബ്നു ഇബാദ് എന്ന് പറയുന്ന ഒരു സഹാബി ഉണ്ട്. റബീഅത്ത് ഇബ്നു ഇബാദ് എന്നാണ് പേര്. ഈ സഹാബി നബി സല്ലല്ലാഹു ഈ സഹാബി ജാഹിലിയത്തിലും ജീവിച്ചിരുന്നു. ജാഹിലിയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസംഗം കേട്ടിരുന്ന സഹാബി. പക്ഷെ പിന്നീട് ഒരുപാട് കാലത്തിന് ശേഷമാണ് ഈ സഹാബി മുസ്ലിം ആകുന്നത്. എന്നിട്ട് ഈ സഹാബി പറയുകയുണ്ടായി ഒരിക്കൽ, ഈ സഹാബിയെ പറ്റി പറയുകയാണ്, വക്കാന ജാഹിലിയൻ ഫഅസ്ലം, ആദ്യം പിന്നെ ജാഹിലിയ കാലത്ത് ജീവിച്ച ആളായിരുന്നു, മുസ്ലിമായി. قال അദ്ദേഹം പറഞ്ഞു, رأيت النبي صلى الله عليه وسلم في الجاهلية في سوق ذي المجاز. ഞാൻ മുസ്ലിം ആകുന്നതിന് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുൽ മജാസ് ചന്തയിൽ നബിയെ ഞാൻ കണ്ടിരുന്നു. അവിടുത്തെ പ്രസിദ്ധമായ ചന്തകളാണ്.
ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടുന്ന മക്കയിലെ ചന്തകളാണ്. ഉക്കാവ്, അതുപോലെ ദുൽ മജാസ്, അൽ മജന്ന, ഇതൊക്കെ മക്കയിലെ പ്രസിദ്ധമായ ചന്തകളാണ്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ കാണുകയുണ്ടായി. വഹുവ യഖൂൽ, നബി പറയുന്നുണ്ടായിരുന്നു, യാ അയ്യുഹന്നാസ് ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു. റസൂലുള്ള ആളുകളൊക്കെ ഒരുമിച്ച് കൂടുന്ന അവിടെ പോയിട്ട് ജനങ്ങളോട് വിളിച്ചു പറയുകയാണ്, എന്ത്? നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ, തുഫ്ലിഹു, നിങ്ങൾ വിജയിക്കും, ഈ ലോകത്ത് പരലോകത്ത് നിങ്ങൾ വിജയിക്കും എന്ന് ഇസ്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് നടത്തുകയാണ്. ആളുകളൊക്കെ ഒരുമിച്ച് കൂടുന്ന ആ അങ്ങാടിയിൽ പോയിട്ട്. വന്നാസു മുജ്തമിഊന അലൈഹി, ജനങ്ങളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കേൾക്കാൻ അവിടെ ഒരുമിച്ച് കൂടിയിരുന്നു. വവറാഅഹു റജുലുൻ, ഇദ്ദേഹം പറയുകയാണ്, ഈ സഹാബി, അന്നേരം അദ്ദേഹം മുസ്ലിം ആയിട്ടില്ല, പിന്നെ ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം മുസ്ലിമായത്. അപ്പൊ റസൂൽ ഇത് പറയുമ്പോ നബിയുടെ പിന്നിൽ ഒരു മനുഷ്യനുണ്ട്. എന്താണ് അയാളുടെ പ്രത്യേകത? വളീഉൽ വജ്ഹ്, നല്ല തിളങ്ങുന്ന മുഖമുള്ള ഒരാളായിരുന്നു, നല്ല മുഖത്ത് തിളക്കമുള്ള ഒരു മനുഷ്യൻ. അഹ്വൽ ദൂ ഗദീറതൈൻ, കണ്ണിന്റെ പ്രത്യേകത പറയണം. അഹ്വൽ എന്ന് പറഞ്ഞാൽ അത് കോങ്കണ്ണ് എന്നൊരു അർത്ഥമുണ്ട് അതിന്, അല്ലാഹു അലം. ഗദീറതൈൻ, മുടി ഒന്ന് നീണ്ട് നെഞ്ചിലേക്ക് വീഴുന്ന തരത്തിലുള്ള മുടിയാണ് അയാൾക്കുള്ളത്. യഖൂൽ, അയാൾ പറയുകയാണ്, റസൂൽ ഇത് പറയുമ്പോൾ പിന്നെന്ന് പറയാൻ, ഇന്നഹു സാബിഉൻ കാദിബുൻ, സാബി ആണ് ഇവൻ, കാദിബാണ് ഇവൻ. സാബി എന്ന് പറഞ്ഞാൽ സാബിഉ എന്ന് കേട്ടിട്ടുണ്ട്, സാബി മതക്കാർ. പക്ഷെ അവരുദ്ദേശിച്ചിട്ടുള്ളത് സ്വന്തം ദീനിൽ നിന്ന്, എല്ലാവരും ഉള്ള ദീനിൽ നിന്ന് പുറത്തേക്ക് പോയവൻ, എല്ലാവരും ഉള്ള ദീനിൽ നിന്ന് മുർത്തദ്ദായി പോവാന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ, അവരെ മഹത്തായ ദീനാണല്ലോ അവരെ കണക്കിൽ, അതിൽ നിന്ന് പുറത്തുപോയ കള്ളനാണിവൻ എന്ന് പിന്നിൽ നിന്ന് ഒരാൾ വിളിച്ചു പറയുന്നു. യത്തബിഉഹു ഹൈസു ദഹബ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ പോയാലും, എവിടെ പോയി പറഞ്ഞാൽ ഇയാൾ എന്ത് ചെയ്യും? പിന്നാലെ പോയി ഇത് പറയും. ഫസഅൽതു അൻഹു, അപ്പൊ ഞാൻ ആളുകളോട് ചോദിച്ചു. മറ്റൊരു റിപ്പോർട്ടിലുള്ളത് ഇയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എറിയുന്നു എന്നാണ്, കല്ലെടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എറിയാൻ, റസൂലുള്ളാഹിന്റെ ദേഹത്തുകൂടെ രക്തമൊലിച്ചു വരുന്നുവെന്നും കാണാം. എന്നിട്ടാണ് ഇയാൾ ഇത് പറയുന്നതും. അങ്ങനെ ഞാൻ ആളുകളോട് ചോദിച്ചത് ആരാണ്? അപ്പൊ പറഞ്ഞു, അത് ഒരാളാണ്, അയാള് നബിയാണെന്ന് വാദിച്ചിട്ടാണ് ഇപ്പം വരുന്നത്. അപ്പൊ പിന്നുള്ളത് ആരാണ്? അത് അമ്മുഹു അബൂ ലഹബ്, അത് അവന്റെ അമ്മ തന്നെയാണ്, അയാളുടെ അമ്മ തന്നെയാണത്. അയാൾ പറയുന്ന ഇയാള് കള്ളനാണെന്നും. ഇങ്ങനെ നോക്കണം, ജനങ്ങൾ കൂടുതൽ ജനങ്ങളെ വിശ്വാസത്തിൽ നിന്ന് തടയാനത് കാരണമാണ് അല്ലെ. ഒരാൾ പറയാം അയാളുടെ നേരെ അമ്മ തന്നെ വന്നിട്ട് അയാള് ഭ്രാന്തനാണ്, കള്ളനാണ്, ദീനിന് പുറത്തുപോയ ആളാണ് എന്ന് പറയുക എന്ന് പറഞ്ഞാൽ ജനങ്ങളെ സത്യത്തിൽ നിന്ന് തടയുക. റസൂലുള്ളാഹിക്ക് അപമാനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപമാനിക്കുക, ഉപദ്രവം എന്നതിനപ്പുറം റസൂലുള്ളാഹിനെ ചീത്ത വിളിക്കുക, അപമാനിക്കുക എന്നത് അതിലുണ്ട്. ഇത് ഈ സഹാബി നമുക്ക് പറഞ്ഞു തരികയാണ്. ആരാണത് ഈ മുഖം തിളങ്ങുന്നത്? അബൂ ലഹബ്. ഇത്രയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദ്രോഹിച്ചവനായിരുന്നു അബൂ ലഹബ്. റസൂലുള്ളാഹിന്റെ ദഅവത്തിന്റെ പിന്നാലെ നടന്ന് അതിനെതിര് പറഞ്ഞ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചീത്ത വിളിച്ച, നബിയുടെ എതിർപ്പിന് തുടക്കം കുറിച്ചവനാണ്. സഫാ കുന്നിൽ വെച്ച് നബിക്കുള്ള എതിർപ്പിന് തുടക്കം കുറിച്ചവനാണ്. അതുകൊണ്ടാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, നമ്മളെ ഉംറക്കും ഹജ്ജിനൊക്കെ ചെന്നാൽ അല്ലെ, സഫക്കും മർവക്കും മുകളിൽ കയറിയാൽ നമ്മൾ പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലെ, എന്താ പറയാ, വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. പിന്നെന്ത് പറയും? ലാ ഇലാഹ ഇല്ലല്ലാഹു അൻജസ വഅദഹു വനസറ അബ്ദഹു വഹസമൽ അഹ്സാബ വഹ്ദഹു. അല്ലാഹു റബ്ബുൽ ആലമീൻ, അവൻ അൻജസ വഅദ, അവന്റെ വാഗ്ദാനം നിറവേറ്റി. നസറ അബ്ദ, അവന്റെ അടിമയെ സഹായിച്ചു. വഹസമൽ അഹ്സാബ വഹ്ദ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ വന്ന അഹ്സാബിനെ, എല്ലാ കൂട്ടുമുന്നണിയെയും സഖ്യകക്ഷികളെയും ഒന്നായി, ജൂതന്മാരും മുശ്രിക്കും ഒക്കെ കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ വന്നില്ലേ, അവരൊക്കെ അല്ലാഹു ഒറ്റക്ക് തോൽപ്പിച്ചു. നബിയോടുള്ള എതിർപ്പ് തുടങ്ങിയത് എവിടുന്ന? ഈ സഫാന്നാണ്. അവിടെ വെച്ചാണ് നമ്മൾ ഇത് പറയുന്നതും. അള്ളാഹു ആ എതിർപ്പുകളെ മുഴുവൻ തോൽപ്പിച്ച് ഇസ്ലാമിനെ വിജയിപ്പിച്ചതും. ചില ഉലമാക്കൾ അങ്ങനെ പറയുന്നത് കേൾക്കാറുണ്ട്. അവിടെ വെച്ച് പറയാനുള്ള കാരണം ഇതായിരിക്കാമെന്ന്. അള്ളാഹു അലം. ഈ അബൂ ലഹബിനെ കുറിച്ചാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്, തബ്ബത് യദാ അബീ ലഹബിൻ വതബ് എന്ന് പറഞ്ഞാൽ ഐ ഖസിറ വഖാബ വദല്ല അമലുഹു വസഅയുഹു.
അവൻ പരാജിതനായി തുലഞ്ഞുപോയി. അവന്റെ അമൽ, അവന്റെ അധ്വാനം എല്ലാം പാളിപ്പോയി. അവന്റെ ഹലാക്ക്, അവന്റെ നാശം, ഇതൊക്കെ യാഥാർത്ഥ്യമായി. എന്നതിനെ കുറിച്ച് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹും മറ്റുള്ളവരും പറഞ്ഞു എന്ന് ഇബ്നു കസീർ പറയുന്നു. യഅനി വലദുഹു, അവന്റെ സന്താനങ്ങളും, അവന്റെ മാലും അവന്റെ സന്താനങ്ങളും. അതാണ് ഒരു മനുഷ്യന് ഉപകാരമുള്ളത്. അത് രണ്ടും അവന് ഉപകാരപ്പെട്ടില്ല. ഇനി നോക്കണം, അവന്റെ ഉടൻ അള്ളാഹു പറഞ്ഞു, ആരെയാണ് പറഞ്ഞത്? ഒരുപാട് ഷർറുള്ള, തിളങ്ങുന്ന, അതിശക്തമായി കരിച്ചു കളയുന്ന ലഹബ് എന്ന് അള്ളാഹു വിശേഷിപ്പിച്ച തീയിൽ അവൻ കിടന്നെരിയും. അവൻ മാത്രമല്ല, പിന്നാര്? ആരാണ് അവന്റെ ഭാര്യ? അവൻ മാത്രമല്ല, അവന്റെ ഭാര്യ ആരായിരുന്നു? മിൻ സാദാത്തി നിസാഇ ഖുറൈഷ്, ഖുറൈശികളിലെ എന്താ പറയാ, വളരെ ആഢ്യത്വമുള്ള വലിയ നേതാക്കന്മാരുടെ കൂട്ടത്തിൽ, പെണ്ണുങ്ങന്മാരിൽ ഉണ്ടല്ലോ നേതാക്കന്മാരായ കുറച്ച് സ്ത്രീകൾ, അങ്ങനെ വളരെ ബഹുമാനിക്കപ്പെട്ടിരുന്ന, ഖുറൈശികളിൽ വളരെ ബഹുമാനിക്കപ്പെട്ടിരുന്ന സ്ത്രീകളുടെ നേതാക്കന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട പെണ്ണായിരുന്നു അവന്റെ ഭാര്യ. വഹിയ ഉമ്മു ജമീൽ, എന്താ പേര്? ഉമ്മു ജമീൽ. ഇസ്മുഹ അർവ ബിൻത് ഹർബ് ഇബ്നു ഉമയ്യ ആണ് യഥാർത്ഥ പേര്. വഹിയ ഉഖ്തു അബി സുഫിയാൻ, ആരുടെ പെങ്ങളാണ്? അബൂ സുഫിയാന്റെ പെങ്ങളാണ്. അബൂ സുഫിയാൻ മുസ്ലിമായിരുന്നു പിന്നീട്. وكانت عونا لزوجها على كفره وجحوده وعناده, സ്വന്തം ഭർത്താവിന്റെ കുഫറിലും അയാളുടെ തോന്നിവാസത്തിലും തമ്മാടിത്തത്തിലും ധിക്കാരത്തിലുമൊക്കെ അയാളെ സഹായിച്ചവളായിരുന്നു. ഫലിഹാദ, അതുകൊണ്ട് തന്നെ തകൂനു യൗമൽ ഖിയാമത്തി ഔനൻ അലൈഹി ഫി അദാബിഹി ഫീ നാരി ജഹന്നം, നാളെ പരലോകത്ത് നാറു ജഹന്നമിലും അവന്റെ സഹായിയായിട്ട് അവൾ ഉണ്ടാകും. എന്താ സഹായം ചെയ്യാ? അവന്റെ തീയിൽ വിറക് കൊണ്ടുപോയിട. നരകത്തീയുടെ ഒരു പ്രത്യേകത, ദുനിയാവിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടെങ്കിൽ, ദുനിയാവിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടെങ്കിൽ അതുപോലെ പ്രയാസം അനുഭവിക്കുന്ന ഒരാളെ കണ്ട് നമുക്ക് എന്ത് തോന്നും? ഒരു സമാധാനം തോന്നും, അല്ലെ? ഒരു സമാധാനം തോന്നും. നമ്മളിപ്പോ ഒരാളും കൂടി ഉണ്ടല്ലോ. എന്നാൽ നരകത്തിൽ അങ്ങനെയല്ല. അള്ളാഹു പറഞ്ഞത് വലൻ യൻഫഉകുമുൽ യൗമ ഇൻ വലംതും അന്നകും ഫിൽ അദാബി മുഷ്തരികൂൻ. അള്ളാഹു പറഞ്ഞു, നിങ്ങൾക്ക് ഉപകാരപ്പെടുകയില്ല, നിങ്ങൾ ശിക്ഷയിൽ മുഷ്തരിക്കൂൻ, പങ്കാളികളാണ്. നിങ്ങൾക്കൂടെ വേറെ ആളുകളും ശിക്ഷ അനുഭവിക്കാനുണ്ട് എന്നത് നരകത്തീയിൽ നിന്ന് നിങ്ങൾക്കൊരു സമാധാനമേവുകയില്ല. അള്ളാഹു പ്രത്യേകം പറഞ്ഞ കാര്യമാണത്. നരകത്തീയുടെ കാഠിന്യം കൊണ്ട് എത്ര ആളുകൾ കൂടെ ഉണ്ടെങ്കിലും നരകത്തിയിലുള്ള ആളുകളെ പോലെ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നരകത്തിയിലുള്ള ആളുകളെ പോലെ വേറെ ആളുകളുണ്ട് എന്നത് കണ്ടാൽ അവർക്ക് ആശ്വാസം തോന്നൂല. ആ നരകത്തിയുടെ പ്രത്യേകതയാണ്, അതിന്റെ കാഠിന്യമാണ്. അള്ളാഹു പ്രത്യേകം പറഞ്ഞു. അതുകൊണ്ട് ഈ ഭാര്യയുള്ളത് അവന് സമാധാനമല്ല, മറിച്ച് അവന് ഈ ഒരു സമാധാനവും അതുകൊണ്ടുണ്ടാവുകയില്ല. അവനെ ഈ നാറു ജഹന്നമിലും അവൾ സഹായിക്കും. വലിഹാദാ ഖാല തആല ഹമ്മാലത്തുൽ ഹത്തബ്, അതുകൊണ്ടാണ് അള്ളാഹു ഹമ്മാലത്തുൽ ഹത്തബ് എന്ന് പറഞ്ഞിട്ടുള്ളത്. യഅനി അഥവാ തഹ്മിലുൽ ഹത്തബ്, അവൾ വിറക് ചുമക്കും. ഫതുൽഖാ അലാ സൗജിഹാ ലിയസ്ദാദ അലാ മാ ഹുവ ഫീ, എന്നിട്ട് അവളുടെ ഭർത്താവിന്റെ മുകളിൽ കൊണ്ടുപോയി ഇടും, അത് കൂടുവാൻ വേണ്ടി. വഹിയ മുഹയ്യഅത്തുൻ ലിദാലിക മുസ്തഇദ്ദ ലഹ്, അവൾ അതിന് തയ്യാറായിരിക്കും എപ്പോഴും. ഫീ ജീദിഹാ ഹബ്ലുൻ മിൻ മസദ്, ഹബ്ലുൻ മിൻ മസദ് അവളുടെ കഴുത്തിലുണ്ടായിരിക്കുമെന്ന് പറഞ്ഞാൽ ഖാല മുജാഹിദ് വ ഉർവ, താബിഈങ്ങളിൽപ്പെട്ട മുജാഹിദ് ഒക്കെ പറഞ്ഞിരിക്കുന്നു അത് അന്നാർ, എന്തുകൊണ്ടുള്ളതായിരിക്കും? തീ കൊണ്ടുള്ളതായിരിക്കും. ഇനി നോക്കൂ, ഹമ്മാലത്തുൽ ഹത്തബിന് വേറെ ചില മുൻഗാമികൾ പറഞ്ഞിട്ടുള്ളത് ഇതൊന്നും എതിരല്ല, ഇതെല്ലാം കൂടിയതാണ് ഈ പെണ്ണെന്ന് മനസ്സിലാക്കണം. എന്താണ് ഹമ്മാലത്തുൽ ഹത്തബ് എന്ന് പറഞ്ഞാൽ? കാനത് തംശീ ബിൻ നമീമ, ആ പെണ്ണ് നമീമത്തുമായി നടക്കുന്ന സ്ത്രീയായിരുന്നു. ഇമാം ഖുർത്തുബി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വിശദീകരണം വെച്ച് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് വായിക്കാം. ഈ നമീമത്തുമായി നടക്കുന്നവർ അവളായിരുന്നു ഈ പെണ്ണെന്നുള്ളത്. നമീമത്ത് പറഞ്ഞാൽ അറിയാലോ, ഏഷണി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ലാ യദ്ഖുലുൽ ജന്നത നമ്മാമുൻ, നരകത്തിൽ പ്രവേശിക്കുകയില്ല, സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല ആര്? നമ്മാം, ഏഷണിയുമായി നടക്കുന്നവൻ.
കാനത്ത് തളഉ ഷൗക്ക്, മാത്രമല്ല ഹമ്മാലത്തുൽ ഹത്തബിന് മറ്റൊരു വിശദീകരണം കേൾക്കൂ. കാനത്ത് തളഉ ഷൗക്ക് ഫീ ത്വരീഖി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവള് മുള്ളുകൾ ചുമന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോകുന്ന വഴിയിൽ കൊണ്ടുപോയി ഇടാറുണ്ടായിരുന്നു. ഇതൊക്കെ ശരിയാണ്, മനസ്സിലല്ലോ. ഇതൊന്നും എതിരായ അഭിപ്രായങ്ങളല്ല, ഹമ്മാലത്തുൽ ഹത്തബിന് എതിരായ വിശദീകരണങ്ങളല്ല, മറിച്ച് ഇതെല്ലാം ആ പെണ്ണിന് യോജിച്ചതാണ്, ഇതെല്ലാം അവളിൽ ഉണ്ടായിരുന്നതാണ്. മാത്രമല്ല ഫീ ജീദിഹ ഹബലുൻ മിൻ മസ്ദ് എന്ന് പറഞ്ഞിട്ടുള്ളതിന് മുൻഗാമികൾ പറയുന്നു തൂഖും മിൻ ഹദീദ്, ഇരുമ്പ് കൊണ്ടുള്ള ഒരു കൊളുത്ത് അവളുടെ കഴുത്തിലുണ്ടാകും. മാത്രമല്ല ഫീ ഉനിഖിഹ ഹബലുൻ മിൻ നാരി ജഹന്നം തുർഫഉ ബിഹി ഇലാ ഷഫീരിഹാ ثم ترمى الى اسفلها ثم كذلك دائما. മാത്രമല്ല അവളുടെ കഴുത്തിൽ തീ കൊണ്ടുള്ള ഒരു കൊളുത്തുണ്ടായിരിക്കും, ഒരു കുരുക്കുണ്ടായിരിക്കും. അതുകൊണ്ട് നരകത്തിന്റെ മുകളിലേക്ക് അവളെ വലിച്ചു കൊണ്ടുപോകും, എന്നിട്ടോ പിന്നെ താഴേക്ക് വലിച്ചെറിയും. ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും, ഇത് നിൽക്കാതെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഇതൊക്കെ മുൻഗാമികൾ ഈ ആയത്തിന്റെ തഫ്സീറുകളിൽ പറഞ്ഞിട്ടുള്ളതായി മുഫസ്സിറുകൾ ഉദ്ധരിച്ചിട്ടുള്ളതാണ്. ഇതൊന്നും പരസ്പരം എതിരല്ല, എല്ലാം കൂടി വരുന്നതിന് യാതൊരു തടസ്സവുമില്ല. സുമ്മ കദാലിക ദായിമൻ, അങ്ങനെ തന്നെ ആയിരിക്കും. ഈ പെണ്ണിന്റെ ഒരു ചരിത്രം നമുക്ക് കാണാം കിതാബുകളിൽ, സഹിഹായ സനദോടുകൂടി തന്നെ കാണാം. അൻ അസ്മാ ബിൻത് അബീ ബക്കറിൻ ഖാലത്ത്, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മകളായ ആയിഷാന്റെ സഹോദരി ആരാണ്? അസ്മാ ബിൻത് അബീ ബക്കർ, മഹദിയായ സഹാബിയാണ്. സുബൈർ ഇബ്നുൽ അവ്വാം എന്ന അശറഫുൽ മുബശ്ശറൂനിൽപ്പെട്ട സഹാബി ഉണ്ടല്ലോ, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സഹാബിമാരിൽ ഒരാളാണ് സുബൈർ ഇബ്ൻ അൽ അവ്വാം. ആ സഹാബിയുടെ ഭാര്യയാണ് ആര്? അസ്മാ ബിൻത് അബീ ബക്കർ. അബ്ദുല്ലാഹി ഇബ്നു സുബൈറിന്റെ ഉമ്മയാണ് മഹാനായ സഹാബി, ഹിജാസ് പിന്നീട് ഭരിച്ച അബ്ദുല്ലാഹി ഇബ്നു സുബൈർ, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മകളുടെ മകൻ അബ്ദുല്ലാഹി ഇബ്നു സുബൈറിന്റെ ഉമ്മ കൂടിയാണ് ആര്? അസ്മാ ബിൻത് അബീ ബക്കർ. അവസാന കാലത്ത് അവർക്ക് കാഴ്ച നഷ്ടപ്പെട്ടിരുന്നു. അസ്മാ ബിൻത് അബീ ബക്കർ പറഞ്ഞു, ലമ്മാ നസലത് തബ്ബത് യദാ അബീ ലഹബ്, ഈ സൂറത്ത് ഇറങ്ങിയല്ലോ, അബൂലഹബിന്റെ പേരും അവന്റെ ഭാര്യയെയും കുറിച്ചൊക്കെ പറഞ്ഞിട്ട് ആയത്തിറങ്ങി, ഇവർ ജീവിച്ചിരിക്കുമ്പോഴാണ്. ഇതിറങ്ങിയപ്പോൾ അഖ്ബലത്തിൽ ഔറാ ഉമ്മു ജമീൽ ബിൻത് ഹർബ്, ഈ പെണ്ണ് വന്നു. വലഹാ വൽവല വഫീ യദിഹാ ഫിഹ്റുൻ, അവളുടെ കയ്യിൽ ഒരു കല്ലുണ്ടായിരുന്നു. ഒരു കല്ല് എടുത്തിട്ട് ഈ പെണ്ണ് വന്നു. വഹിയ തഖൂൽ, അവളൊരു കവിത പാടിയിട്ടാണ് വരുന്നത്. മുദമ്മമൻ അബൈന വദീനഹു ഖലൈന വഅംറഹു വദീനഹു ഖല്ലൈന വഅംറഹു അസൈന. മുദമ്മം, മുദം എന്ന് പറഞ്ഞാൽ ആക്ഷേപാർഹൻ. മുഹമ്മദ് എന്നത് പരിഹസിച്ചു വിളിക്കുന്നതാണ് ഈ പെണ്ണ്. മുഹമ്മദ് എന്നതിനെ പരിഹസിച്ചു വിളിക്കാണെന്ത്? മുദമ്മം. മഹ്മൂദ് നമ്മൾ ഓപ്പോസിറ്റ് പറയുന്നത് മസ്മൂം അല്ലെ? മഹ്മൂദ് സ്തുതിക്കപ്പെടുന്നത്, മസ്മൂം ആക്ഷേപിക്കപ്പെടുന്നത്, ദമ്മ് ചെയ്യപ്പെടുന്നത് എന്നതുപോലെ അതേ വാക്കുകളാണ്. മുഹമ്മദ് എന്നതിന് എന്ത് വിളിക്കും ഈ പെണ്ണ്? മുദമ്മമെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കണത് ആ പേരിന്റെ വിപരീത അർത്ഥത്തിൽ വിളിക്കുകയാണ്. അവനെ ഞങ്ങൾ അബൈന, ഞങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുന്നു, ഞങ്ങൾ വിസമ്മതിച്ചിരിക്കുന്നു അവനെ സ്വീകരിക്കാൻ. വദീനഹു ഖല്ലൈന, അവന്റെ ദീനെ ഞങ്ങൾ വില കാണുന്നില്ല. വഅംറഹു അസൈന, അവന്റെ കാര്യം ഞങ്ങൾ ധിക്കരിച്ചിരിക്കുന്നു. ആരാ പറയുന്നത്? ഈ പെണ്ണ് ഉമ്മു ജമീൽ, അബൂലഹബിന്റെ ഭാര്യ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജാലിസുൻ ഫിൽ മസ്ജിദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് പള്ളിയിലിരിക്കുകയായിരുന്നു, മസ്ജിദുൽ ഹറാമിലായിരിക്കാം. വമഅഹു അബൂബക്കർ, കൂടെ ആരുണ്ടായിരുന്നു? അബൂബക്കർ ഉണ്ടായിരുന്നു. ഫലമ്മാ റആഹ അബൂബക്കർ ഖാൽ, ഈ പെണ്ണിങ്ങനെ വരുന്നത് കണ്ടപ്പോൾ അബൂബക്കർ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഖദ് അഖ്ബലത് വഅന അഖാഫു അലൈക അൻ തറാക, നബി അവള് വരുന്നുണ്ട്, ഒരു കല്ലും പിടിച്ചാണല്ലോ വരുന്നത്, എനിക്ക് പേടിയാവുന്നു, അവള് താങ്കളെ കാണുമെന്ന് എനിക്ക് പേടിയാകുന്നു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി പറഞ്ഞു, ഇന്നഹാ ലൻ തറാനി, ഇല്ല അവൾ എന്നെ കാണൂല എന്ന് പറഞ്ഞു. ഇന്നഹാ ലൻ തറാനി, അവൾ എന്നെ കാണുകയില്ല. വഖറഅ ഖുർആനൻ ഇഅ്തസമ ബിഹി, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഏതോ ഒരു ഭാഗം ഓതി. ഇഅ്തസമ ബിഹി, അതുകൊണ്ട് റസൂലുള്ളാഹ് സംരക്ഷണം നേടി. കമാ ഖാൽ, അല്ലാഹു പറഞ്ഞിട്ടുള്ളതുപോലെ. അല്ലാഹു പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ ഇസ്രായിലെ 45-ാമത്തെ ആയത്തിൽ, വഇദാ ഖറഅതൽ ഖുർആൻ ജഅൽനാ ബൈനക വബൈനൽ ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറതി ഹിജാബൻ മസ്തൂറ, നീ ഖുർആൻ ഓതിയാൽ നിനക്കും
ആഖിറത്തിൽ വിശ്വസിക്കാത്തവർക്കുമിടയിൽ നാം ഒരു ഹിജാബ് മസ്തൂർ, മറക്കുന്ന ഒരു ഹിജാബ്, മറയിടുന്നതാണ്. ഇത് അക്ഷരാർത്ഥത്തിൽ തന്നെ ചിലപ്പോൾ നടക്കാറുണ്ട്. ഇത് അക്ഷരാർത്ഥത്തിൽ തന്നെ ചിലപ്പോൾ നടക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിൽ ഏതോ ഭാഗം ഓതി, അപ്പൊ അള്ളാഹു ഇതാ ഈ പറഞ്ഞിട്ടുള്ളതുപോലെ അവൾ എന്ത് ചെയ്തില്ല, നബിയെ കണ്ടില്ല. ഫഅഖ്ബലത്, അവൾ വന്നു. ഹത്താ വഖഫത് അല അബീ ബക്കർ, അബൂബക്കറിന്റെ അടുത്ത് വന്നിട്ട് നിന്നു. വലം തറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയെ ആ പെണ്ണ് കണ്ടില്ല. ഫഖാല, എന്നിട്ട് പറഞ്ഞു, യാ അബൂബക്കർ, അബൂബക്കറെ, ഇന്നി ഉഖ്ബിർതു അന്ന സാഹിബക ഹജാനി, എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ടല്ലോ നിന്റെ കൂട്ടുകാരൻ എന്നെ ഹജാ ചെയ്തു. ഹജാറിന ചീത്ത വിളിക്കുക, ആക്ഷേപിക്കുക. കവിതകളിലൂടെയൊക്കെ അവർ പരസ്പരം ഹജാ നടത്തും, പൊക്കി പറയുകയും ചെയ്യും, ആക്ഷേപിച്ചു പറയുകയും ചെയ്യും. അങ്ങനെ എന്നെ ആക്ഷേപിച്ചതായി ഞാൻ അറിഞ്ഞല്ലോ. ഖുർആനിലെ ഈ സൂറത്തിനെ കുറിച്ചാണ് അവൾ ചോദിക്കുന്നത്. അപ്പോ ഖാൽ, അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ വറബ്ബി ഹാദൽ ബൈത്ത് മാ ഹജാക്, ഈ കഅബയുടെ റബ്ബാണ് സത്യം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ആക്ഷേപിച്ചിട്ടില്ല. അല്ലാഹുവർക്ക് ആയത്ത് ഓതിയതല്ലേ, നബി സ്വന്തമായിട്ട് എന്തി പറഞ്ഞതാണോ? അല്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞു. ഫവല്ലത് വഹിയ തഖൂൽ, അപ്പോൾ അവളിങ്ങനെ അഹങ്കരിച്ച് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, ഖദ് അലിമത് ഖുറൈശ് അന്നി ഇബ്നതു സയ്യിദിഹാ, ഖുറൈശികൾക്കറിയാം ഞാൻ അവരുടെ നേതാവിന്റെ മോളാന്ന് ഖുറൈശികൾക്കറിയാം, എന്നെ അങ്ങനെ പറയാമെന്ന് ആരും ധൈര്യപ്പെടൂല എന്ന് പറഞ്ഞ് ഈ പെണ്ണ് തിരിഞ്ഞങ്ങ് പോയി. ഇത് പണ്ഡിതന്മാർ സ്ഥിരപ്പെട്ടതാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ്. ഈ പെണ്ണിന്റെ കിബറാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. വേറെ റിപ്പോർട്ടിൽ കാണാം, ഇതുകൊണ്ട് ഞാൻ അവന്റെ മുഖത്തടിക്കും, കല്ലും പിടിച്ചിട്ടാണല്ലോ വരുന്നത്, ഞാൻ മുഹമ്മദിന്റെ മുഖത്തടിക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഈ വരുന്നത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവൾ കാണുകയുണ്ടായില്ല. ഈ സ്ത്രീ തന്നെയാണ് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി വരാൻ കുറച്ച് താമസിച്ചപ്പോ നബിയോട് ചോദിച്ചത്, എന്താ മുഹമ്മദേ, നിന്റെ അടുത്ത് വരുന്ന ആ ശൈത്താൻ ഇപ്പം വരാറില്ലേ? മഅദല്ലാഹ്. ഇത് ഈ പെണ്ണിനെ കുറിച്ചാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ ഹമ്മാലത്തുൽ ഹതബ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇബ്നു കസീർ പറയുകയാണ്, നേരത്തെ സഅദിയുടെ തഫ്സീർ നമ്മൾ വായിച്ച അതേ കാര്യം, ഫഅഖ്ബറ അൻഹുമാ ബിശഖാഇ വഅദമിൽ ഈമാൻ, അല്ലാഹു അറിയിച്ചു തന്നു അവർ വിശ്വസിക്കുകയില്ല, അവര് ശഖായിലാണ്, ദൗർഭാഗ്യത്തിലാണ്. അതുകൊണ്ട് തന്നെ വലം യുഖയ്യദ് ലഹുമാ അൻ യുഅ്മിന വലാ വാഹിദു മിൻഹുമാ ലാ ളാഹിറൻ വലാ ബാത്തിനൻ ലാ മുസിറൻ വലാ മുഅ്ലിനൻ വകാന ഹാദാ മിൻ അഖ്വൽ അദില്ലത്തിൽ ബാഹിറത്തി അല നുബുവത്തിൽ ളാഹിറ. അവർ രണ്ടുപേരും ഒരു ദിവസം പോലും രഹസ്യമായി പോലും ആരെ അറിയാതെ പോലും അല്ലാഹുവിൽ വിശ്വസിച്ചിട്ടില്ല. ഉള്ളിലെങ്കിലും ഒരു ദിവസം പോലും ഇസ്ലാമിൽ അവർ വിശ്വസിച്ചിട്ടില്ല. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അല്ലാഹു റബ്ബുൽ ആലമീൻ സ്വീകരിക്കുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم زدنا علما نافعا. وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله.